Hi, hello, എല്ലാവർക്കും ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് പതിവായ രോഗങ്ങളുടെ ലിസ്റ്റിൽപ്പെടുന്ന ഒന്നാണ് തൈറോയ്ഡ്. ഹോർമോൺ പ്രശ്നം തന്നെയാണിത്. തൈറോയ്ഡ് ഹോർമോൺ പ്രവർത്തനം കൂടിയാലും കുറഞ്ഞാലും ഇതൊരു പ്രശ്നമാണ്. കൂടിയാൽ ഇത് ഹൈപ്പർ തൈറോയ്ഡും കുറഞ്ഞാൽ ഹൈപ്പോയുമാകുന്നു. തൈറോയ്ഡ് പ്രശ്നങ്ങൾ കണ്ടെത്തുന്നത് രക്തപരിശോധനയിലാണ്. രക്തപരിശോധനയിൽ TSH ലെവൽ 5-ൽ കൂടുതലാണെങ്കിൽ ഇത് തൈറോയ്ഡ് പ്രശ്നത്തിന് കാരണമാകാം. തൈറോയ്ഡ് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ തന്നെ പല ലക്ഷണങ്ങളുമായും പ്രത്യക്ഷപ്പെടുന്നു. കഴുത്തിനു മുന്നിൽ സ്ഥിതി ചെയ്യുന്ന തൈറോയ്ഡ് ഗ്രന്ഥി തൈറോയ്ഡ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. അത് നമ്മുടെ ശരീര താപനില, ഹൃദയമിടിപ്പ് എന്നിവയും അതിലേറെയും ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നുണ്ട്. നമ്മുടെ തൈറോയ്ഡ് ഹോർമോണുകൾ സന്തുലിതമല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ശരീരത്തിൽ സംഭവിക്കാം. നിങ്ങളുടെ തൈറോയ്ഡ് അസന്തുലിതമാവുകയാണെങ്കിൽ ഉപാപചയം, ഊർജ്ജനില, ശരീര താപനില, സന്താനോൽപാദന ശേഷി, ശരീരഭാരം, ഒന്നുകിൽ ശരീരഭാരം വർദ്ധിക്കുക അല്ലെങ്കിൽ ശരീരഭാരം നഷ്ടപ്പെടുക, ആർത്തവം, മുടിയുടെ ആരോഗ്യം, മാനസികാവസ്ഥ, ഹൃദയമിടിപ്പ് തുടങ്ങി ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കും. ഇതിനായി വേണ്ടത് ഒരു നീ ഹാമറാണ്. ഇതല്ലെങ്കിൽ കട്ടിയുള്ള ചുറ്റിക പോലുള്ള എന്തെങ്കിലും വസ്തുവോ അല്ലെങ്കിൽ ദോശ, ഇഡലിമാവ് എടുക്കാൻ ഉപയോഗിക്കുന്ന പിൻവശം തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ഒരു തവിയോ നിങ്ങൾക്ക് മതിയാകും. ഇത്തരത്തിൽ തട്ടാൻ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തു വേണം. ഈ നീ ഹാമർ സാധാരണഗതിയിൽ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിന്റെ കൈ, കാൽമുട്ടുകൾ പോലെയുള്ള ഇടങ്ങളിൽ തട്ടാൻ ഉപയോഗിക്കുന്ന ഒന്നാണിത്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. കാലിന്റെ പിൻഭാഗത്ത് കാൽവണ്ണയുടെ പുറകിലായാണ്, അതായത് ഉപ്പൂറ്റിക്ക് മുകൾ ഭാഗത്തായി പാദം തുടങ്ങുന്നിടത്ത് കാൽവണ്ണയിൽ തപ്പി നോക്കിയാൽ ഈ മസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് പതുക്കെ ഈ നീ ഹാമർ കൊണ്ട് കാലിന്റെ, അതായത് പാദത്തിന്റെ കാൽവണ്ണയുടെ മുകളിലായി പുറകിലുള്ള ഭാഗത്ത് നീ ഹാമർ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്ക്രൂ ഡ്രൈവറോ അങ്ങനെയുള്ള എന്തെങ്കിലും തണ്ട്, അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമുക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും തവി പോലുള്ള ഭാഗം ഉപയോഗിച്ചൊന്ന് തട്ടുക. ഇങ്ങനെ തട്ടുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന റിഫ്ലക്സ് കാരണം സ്വാഭാവികമായും കാൽപാദം ഉയരും. പിന്നീട് അപ്പോൾ തന്നെ സാധാരണ നിലയിലേക്ക് പോവുകയും ചെയ്യും. ഇത് ചെയ്യുവാനായി കാൽ മടക്കി കസേരയിൽ വെച്ച് പകുതി മടക്കി വെച്ച് കാലിന്റെ പുറം ഭാഗത്ത് കാൽവണ്ണയ്ക്ക് മുകളിലായി വേദനിപ്പിക്കാത്ത വിധത്തിൽ പതുക്കെ വേണം തട്ടാൻ. ഇതോടെ പാദം സ്വാഭാവികമായി മേലോട്ട് പോകും. അടുത്ത നിമിഷം തന്നെ ഈ മസിലുകൾ സ്വാഭാവിക അവസ്ഥയിലായി പാദം താഴുകയും ചെയ്യും. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ശരിയാണെങ്കിൽ തട്ടി നോക്കുമ്പോൾ റിഫ്ലക്സ് ആക്ഷനിലൂടെ പെട്ടെന്ന് ഉയരുന്ന മസിലുകൾ പെട്ടെന്ന് തന്നെ പൂർവ്വസ്ഥിതി പ്രാപിക്കും. തൈറോയ്ഡ് ഗ്രന്ഥി പ്രവർത്തനം ശരിയല്ലെങ്കിൽ ഇത്തരക്കാരിൽ പാദം പൂർവ്വസ്ഥിതിയിലെത്താൻ അല്പം സമയം പിടിക്കും. ഇത് തൈറോയ്ഡ് പ്രശ്നത്തിന്റെ ഒരു കാരണമായി നമുക്ക് മനസ്സിലാക്കാം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ശരിയല്ലെങ്കിൽ ഇത് തിരിച്ചറിയാൻ സഹായിക്കുന്ന സിമ്പിൾ പരീക്ഷണമാണിത്. എന്നാൽ ഇത്തരം പ്രശ്നം തൈറോയ്ഡ് കാരണമല്ലാതെയും വരാം. നാഡീ പ്രശ്നങ്ങൾ, പ്രായമേറിയവരിൽ, ചില BP മരുന്നുകൾ എന്നിവയെല്ലാം കഴിക്കുന്നവരിലും പതുക്കെ മാത്രമേ റിഫ്ലക്സ് ആക്ഷനുകൾ വരാറുള്ളൂ. ഇതുപോലെ തണുപ്പുള്ള സ്ഥലത്ത് ജീവിക്കുന്നവരിലും ഇതിനുള്ള സാധ്യത കുറവാണ്. മഞ്ഞൾ, കുരുമുളക്, വെളിച്ചെണ്ണ. മഞ്ഞളിൽ കുർക്കുമിൻ എന്ന ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട്. കുർക്കുമിൻ എൻഡോക്രൈൻ ഗ്ലാൻഡായ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമാകാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇതുവഴി തൈറോയ്ഡിനെ നിയന്ത്രണത്തിൽ വരുത്തുന്നു. പ്രമേഹം, കൊളസ്ട്രോൾ എന്നിവയുൾപ്പെടെയുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു മരുന്നാണിത്. ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കും പ്രതിവിധിയാണ്. കുരുമുളകിലെ പെപ്പറൈൻ എന്ന വസ്തു തൈറോയ്ഡ് പ്രവർത്തനങ്ങളെ സന്തുലിതമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇതുവഴി തൈറോയ്ഡിനെ നിയന്ത്രണത്തിൽ വരുത്തുന്നു. തൈറോയ്ഡ് ഉൾപ്പെടെയുള്ള പല രോഗങ്ങൾക്കുമുള്ള സ്വാഭാവിക പരിഹാരമാണിത്. യാതൊരു ദോഷവും വരുത്താതെ തന്നെ ഹോർമോൺ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ഒന്നാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലർത്തി രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഏറെ ഉത്തമമാണ്. ഇത് അടുപ്പിച്ച് 10 ദിവസത്തോളം ചെയ്താൽ തന്നെ തൈറോയ്ഡ് പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരവും ഉണ്ടാകും. ഇന്നത്തെ കാലത്ത് പതിവായ രോഗങ്ങളുടെ ഒരു ലിസ്റ്റിൽപ്പെടുന്ന ഒന്നാണല്ലോ തൈറോയ്ഡ്. അപ്പം ഈ രീതിയിൽ തൈറോയ്ഡ് വരുന്നത് മൂലം പലതരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ നമ്മുടെ മാനസിക അവസ്ഥയെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തൈറോയ്ഡ് മൂലം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അത് ഹൈപ്പോ ആണോ ഹൈപ്പർ തൈറോയ്ഡ് ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള രീതിയിലുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയും ഡോക്ടറെ സമീപിക്കുകയും ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക.